കരിപ്പൂരിൽ നിന്ന് 54 ലക്ഷം രൂപ വില വരുന്ന സ്വർണം പിടികൂടിയിരിക്കുകയാണ് പോലീസ്. 847 ഗ്രാം സ്വർണമാണ് പോലീസ് പിടിച്ചെടുത്തത്. സ്വർണം കടത്തിയ യാത്രക്കാരനെയും സ്വീകരിക്കാൻ എത്തിയ ആളെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അഷ്കർ അലി നൽകും വിവരങ്ങൾ. അഷ്കർ, ഇപ്പോൾ തുടർച്ചയായി പോലീസിന്റെ ഇത്തരം നടപടികൾ ഉണ്ടാകുന്നു. അങ്ങനെ ഇന്നിപ്പോൾ 54 ലക്ഷം രൂപ വില വരുന്ന സ്വർണം പിടികൂടിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് വിവരങ്ങൾ? വിവിധ കസ്റ്റംസിനെയും അതുപോലെ തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിനകത്തുള്ള പരിശോധനയും ഒക്കെ മറികടന്നെത്തുന്ന സ്വർണ്ണമാണ് ഇപ്പോൾ പോലീസ് പിടികൂടുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ പോലീസ് പിടികൂടുന്ന 10ാമത്തെ സ്വർണ്ണക്കടത്ത് കേസാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് 2 പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഒന്ന് കോഴിക്കോട് വടകര സ്വദേശിയായ മുഹമ്മദ് അനസിനാണ്. അനസാണ് വിദേശത്ത് നിന്നും സ്വർണവുമായി കരിപ്പൂരിലെത്തുന്നത്. ഇയാൾ കസ്റ്റംസിനെയും കരിപ്പൂരിലെ പരിശോധനകളെയൊക്കെ അതിവിദഗ്ധമായി വെട്ടിക്കുകയും ചെയ്തു. തുടർന്ന് പുറത്തെത്തിയ ഇയാളെ കരിപ്പൂർ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. കസ്റ്റഡി എടുത്ത് ഒരുപാട് നേരം ചോദ്യം ചെയ്തപ്പോഴാണ് സ്വർണം ഇയാളുടെ പക്കൽ നിന്നും കണ്ടെത്തുന്നത്. 4 ക്യാപ്സ്യൂളുകളാക്കിയാണ് ഇയാൾ 847 ഗ്രാം സ്വർണം മിശ്രിത രൂപത്തിലാക്കി ശരീരത്തിൽ ഒളിപ്പിച്ചുകൊണ്ട് കടത്താൻ ശ്രമിച്ചത്. പക്ഷേ പോലീസ് ഇത് കണ്ടെത്തുകയായിരുന്നു. ഈ സ്വർണം ഏറ്റുവാങ്ങാനെത്തിയ കോഴിക്കോട് നാദാപുരം സ്വദേശിയായ സ്വാലിഹിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് 2 പേരെയും പോലീസ് ഇപ്പോഴും ചോദ്യം ചെയ്തു വരികയാണ്. ഇവർക്ക് പിന്നിലുള്ള സ്വർണ്ണക്കടത്ത് സംഘത്തെ വൈകാതെ കണ്ടെത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തത്. സ്വർണം ഇപ്പോൾ കോടതി നടപടികൾക്കായി സമർപ്പിച്ചിരിക്കുകയാണ്. ശരി, അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്.